ഓക്കെ, അപ്പൊ നമുക്ക് അൽഹംദുലില്ലാ നമ്മൾ എന്താണ് ഫോർഗീവ്നെസ്, എന്തിനാണ് ഫോർഗീവ്നെസ്, അതാണ് നമ്മൾ ഓരോ ദിവസമായി ചർച്ച ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുള്ളത് അല്ലേ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഫോർഗീവ് എന്താണ് എന്നുള്ളതും എന്തിനാണ് ഫോർഗീവ് എന്ന് പറയുന്നുള്ളതും. അപ്പൊ നമുക്ക് എന്നിട്ടും ഇത് നമ്മൾക്ക് അറിഞ്ഞിട്ടും നമ്മൾ അതിനെ കൊണ്ടുവരാന്നുള്ളതിന്റെ ബുദ്ധിമുട്ടും, എന്നാൽ അതിന് അത്രയും പ്രയാസപ്പെട്ടിട്ട് നമ്മുടെ ലൈഫിലേക്ക് അത് കൊണ്ടുവന്നാൽ നമുക്കുണ്ടാവുന്ന ബെനിഫിറ്റ്സുകളെ കുറിച്ചിട്ടും ആണ് നമ്മൾ ഓരോ ദിവസങ്ങളിലും ചർച്ച ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നുള്ളത്. ഇനി അത് നമ്മൾ ആ ഫോർഗീവിനെ നമ്മൾ അങ്ങനെ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെ നിലനിർത്താൻ വേണ്ടിയിട്ട്, അതിൻ്റെ വേദനകൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു വേദന സംഹാരിയായിട്ട്, ഒരു പെയിൻ കില്ലറായിട്ട് ഉപയോഗിക്കുകയാണ് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നമുക്ക് ഏതൊന്നിനും അങ്ങനെയല്ലേ, ഏതെങ്കിലും ഒരു സർജറി നടത്തുമ്പോൾ അനസ്തേഷ്യ കൊടുക്കാറുണ്ടല്ലോ. അപ്പൊ അതുപോലെയുള്ള ഒരു അനസ്തേഷ്യയാണ് നമ്മുടെ ഫോർഗീവ് എന്ന് പറയുന്നുള്ളത്. സോറി, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നുള്ളത്. അപ്പം ഫോർഗീവ് എന്ന് പറയുന്നത് നമുക്കൊരു സർജറി ആണെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു അനസ്തേഷ്യയാണ്. ഇനി എത്രമാത്രം ഡീപ്പായി നമുക്ക് ഫോർഗീവ് ചെയ്യേണ്ടതുണ്ടോ, നമുക്കറിയാം. ചെറിയ ഒരു മുള്ള് തറച്ചതാണെങ്കിൽ അതിന് നമുക്ക് അനസ്തേഷ്യയുടെ ഒന്നും ആവശ്യമൊന്നുമില്ലല്ലോ. നോർമലി അതങ്ങോട്ട് പറിച്ചെടുക്കും അല്ലെ, ചെറിയൊരു വേദന ആയിരിക്കും അല്ലെ. ഇനി യെസ്. ഇപ്പൊ മെഹർബാൻ 2 ദിവസം അനുഭവിക്കുകയാണ്, നമ്മളെല്ലാവരും അനുഭവിക്കുകയാണ് പല്ല് വേദന. പല്ല് വേദന കൊണ്ട് സഹിക്കുന്ന സമയത്ത് ഒന്ന് ഹോസ്പിറ്റലിൽ പോയാൽ അവിടെയൊക്കെ ക്ലിയർ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് തരിപ്പിന്റെ ഒരു ഇഞ്ചക്ഷൻ അവിടെ കുത്തി കൊടുക്കും അല്ലെ. അല്ലെ, ഒരു തരിപ്പ് കയറ്റി കൊടുക്കും അല്ലെ, നമുക്ക് ആ വേദനകൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി അതൊന്നുമല്ല, നമുക്ക് ഡീപ്പായിരിക്കുന്ന ഒരു സർജറിയാണ് നമുക്ക് ആവശ്യം. നമുക്കറിയാം, ചിലപ്പോൾ പ്രസവം സിസേറിയൻ ആയവർ ഇക്കൂട്ടത്തിലുണ്ടായേക്കാം അല്ലേ. അപ്പോൾ ഇല്ലേ, പ്രസവം സിസേറിയൻ ആയവർ ആരൊക്കെയുണ്ട് ഇവിടെ? ജസ്റ്റ് ഒന്ന് റൈസ് ഹാൻഡ് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ ഡെലിവറി സിസേറിയൻ ആയവർ, നമുക്കറിയാം, അവിടെ ആ ഒരു ടൈമിൽ നമുക്ക് വെറും ഒരു തരിപ്പോ ഒന്നുമല്ല അല്ലേ, നമുക്ക് ഒരു അനസ്തേഷ്യ തന്നെ വേണ്ടി വരുന്നത്. ഇനി അതൊന്നുമല്ല, വേറെ ഏതെങ്കിലും ഒരു കോംപ്ലിക്കേറ്റഡ് ആയ ബുദ്ധിമുട്ടിന് വേണ്ടിയിട്ട് ഒരു ലോങ് ടൈം സർജറി, അത്തരം സാഹചര്യത്തിൽ നമ്മൾക്ക് കൂടുതൽ ഡീപ്പായിരിക്കുന്ന ഒരു അനസ്തേഷ്യ നമുക്ക് എടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ അകത്ത് കളയാനിരിക്കുന്ന വേസ്റ്റുകൾ, നമ്മളിൽ ഫോർഗീവ് ചെയ്ത് കൊടുക്കാനിരിക്കുന്ന സംഭവങ്ങൾ എത്രമാത്രം ഡീപ്പാണോ അത്രയും നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഡെപ്ത് നമ്മൾ വർദ്ധിപ്പിക്കേണ്ടി വരും. ഇപ്പൊ ഇവിടെ എൻ്റെ അടുത്ത് ഞാനിവിടെ ആരാണെന്ന് സ്പെസിഫിക്കായി പേര് പറയുന്നില്ല, ഗ്രൂപ്പിൽ ആരാണോ എന്നെ കേൾക്കുന്നവർക്കറിയാം. പിന്നെ സ്വന്തത്തിലേക്കുള്ള ഫോർഗീവ് ഓരോ ദിവസവും എഴുതിയിട്ടും അത് അത്രയും ഫലിക്കുന്നില്ല. അതുപോലെ ഫോർഗീവിന്റെ ക്ലാസ്സുകളൊന്നും കേട്ടാൽ നമുക്ക് അത്രയും ഫലിക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളും ഡൗട്ടുകളും പറയുന്ന ഫീഡ്ബാക്കുകൾ ഉള്ളവരുണ്ട്. അതുപോലെ അതിലപ്പുറം അൽഹംദുലില്ലാ ഇതുകൊണ്ട് ശാരീരികമായ പ്രയാസങ്ങൾ പോലും മാറിയ ഒരുപാട് ആളുകളുണ്ട് അല്ലേ. അപ്പൊ ഇങ്ങനെ 2 തരത്തിലുള്ള ആളുകൾ നമ്മുടെ ഇതേ പ്ലാറ്റ്ഫോമിലുണ്ട്. ഈ 2 ആളുകൾക്കും ഞാൻ കൊടുക്കുന്ന ക്ലാസ്സസ് ഒന്നാണ്, പക്ഷെ 2 ആളുകളിലും അത് ഇംപ്ലിമെന്റ് ആവുന്നത്, 2 ആളുകളിലും അതിൽ നിന്നുണ്ടാവുന്ന റിസൾട്ട് എന്ന് പറയുന്നത് രണ്ടും 2 വിധത്തിലാണ്. എന്തുകൊണ്ടാണ് ഒരേ സംഭവങ്ങൾ നമ്മളിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഈ കിട്ടുന്ന 2 ആൾക്കും അത് 2 തലത്തിലേക്ക് വരുന്നുള്ളത്? കാരണം 2 പേരും അനുഭവിക്കുന്ന അവസ്ഥകൾ, വേരിയേഷൻസുകൾ അത് രണ്ടും ഒന്നല്ല. ഓരോരുത്തരുടെയും മാനസിക അവസ്ഥകൾ വ്യത്യസ്തമായിരിക്കാം, ഓരോരുത്തരുടെയും ചുറ്റുപാടുകളുള്ള അവസ്ഥകൾ വ്യത്യസ്തമായിരിക്കാം. അങ്ങനെ ഓരോ വ്യക്തികളും യുണീക്കാണ് അല്ലെ. ഓരോ വ്യക്തികളും യുണീക്ക് ആയതുകൊണ്ട് തന്നെ ഓരോരുത്തരും അനുഭവിക്കുന്നതും വ്യത്യസ്തമാണ്. ഈ വ്യത്യസ്തമായ അനുഭവങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നതെല്ലാം ഒന്നായാൽ അതെല്ലാവരും ഒരേപോലെ അങ്ങോട്ട് അനുഭവിച്ചു കൊള്ളണം എന്നില്ല. കാരണം ഞാൻ ജസ്റ്റ് ഇതിന് മുമ്പത്തെ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്തവർക്കറിയാം, ഞാൻ ചെറിയൊരു ആക്ടിവിറ്റി ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളെ കൊണ്ട് ജസ്റ്റ് ഒരു പേപ്പറിൽ ഞാൻ പറയുന്ന കുറച്ച് വർക്കുകൾ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഞാനിങ്ങനെ പറയുന്നത് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാണ്, ജസ്റ്റ് കയ്യിൽ പേനയുള്ളവർ വെറുതെ ഒരു പേപ്പർ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. മുന്നേ ചെയ്തവരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പുതിയതാണെങ്കിലും ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് പറയാണ് നിങ്ങളുടെ അടുത്ത്. നിങ്ങൾ ഫസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുക, ശേഷം ഒരു 4 ഡോട്ട്സ് കൊടുക്കുക, ശേഷം ഒരു സർക്കിൾ ഇടാം, ശേഷം വീണ്ടും ഒരു 2 ലൈൻസ് കൊടുക്കാം, അതിൻ്റെ ശേഷം ഒരു 10 ഡോട്ട്സ് കൊടുക്കാം, പിന്നെ ഒരു സർക്കിൾ കൊടുക്കാം. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങൾ നിങ്ങൾ എല്ലാവരും കേട്ടത് ഒന്ന് തന്നെയാണല്ലോ. എല്ലാവരും കേട്ടത് ഒന്ന് തന്നെയാണ്.
നിങ്ങളിതിപ്പോൾ വർക്ക് അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ചെയ്തത് ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾ ക്യാമറ ഓണാക്കി ചെയ്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണെങ്കിൽ നല്ല രസം ഉണ്ടാവും. അതല്ലെങ്കിൽ നമ്മുടെ സെഷൻസ് കഴിഞ്ഞിട്ട് പിന്നെ എടുത്തിട്ടേ ഉള്ളൂ. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മളുടെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ നിങ്ങൾക്കത് ഒന്ന് അതിൻ്റെ ഫോട്ടോസ് വിടുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. ഒന്നും കൂടി പറയാം. ഫസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുന്നു, എന്നിട്ടൊരു 4 ഡോട്ട്സ് ഇടുന്നു, ശേഷം ഒരു സർക്കിൾ ഇടുന്നു, പിന്നീട് ഒരു 2 ലൈൻ വരയ്ക്കുന്നു, എന്നിട്ടൊരു 10 ഡോട്ട്സ് കൊടുക്കുന്നു, പിന്നീട് ഒരു സർക്കിൾ വരയ്ക്കുന്നു. സർക്കിളോ? പിന്നെ ലാസ്റ്റ് ഒരു സർക്കിള്. ഫസ്റ്റ് ഒരു ലൈൻ, പിന്നെ ഒരു ഓക്കെ. സർക്കിൾ, പിന്നെ 4 ഡോട്ട്, പിന്നെ 2 ലൈൻ, പിന്നെ ഒരു 10 ഡോട്ട്, പിന്നെ ഒരു സർക്കിൾ. ഓക്കെ ഓക്കെ അല്ലേ? ശരി. ഓക്കെ. ഇനി വേറെ ആരാ ചെയ്തിട്ടുള്ളത്? ഞാൻ ചെയ്തു. ഓക്കെ. നിങ്ങൾ ചെയ്ത സംഭവം ഒന്നുകിൽ ജസ്റ്റ് ഇപ്പൊ ഒന്ന് ക്യാമറ ഓൺ ആക്കി കാണിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാവാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ഒന്ന് കാണിക്കോ, 2 പേരെങ്കിലും ഒന്ന് കാണിക്കോ? എല്ലാവരും നോക്കിക്കോളൂ കേട്ടോ. നിങ്ങളതൊന്ന് അതൊന്ന് ക്യാമറ കാണിക്കോ. ക്യാമറേന്റെ നേരെ ഒന്ന് ആ വരച്ച പേപ്പർ ഒന്ന് പിടിച്ചൊന്ന് കാണിക്കോ. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും കാണുന്നുണ്ടല്ലോ. ഇനി അടുത്ത ആള് വരച്ചൊന്ന് കാണിക്കോ. കാണുന്നുണ്ടോ? യെസ്, കണ്ടല്ലോ. 2 സംഭവം കണ്ടല്ലോ. ഇനി മൂന്നാമത് ആരെങ്കിലും വരച്ചിട്ടുണ്ടോ? മെഹർബൻ മാം ഒന്ന് നോക്കട്ടെ. ലാസ്റ്റേ ഞാൻ കേട്ടില്ലായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. എന്നാലും കേട്ടത് ചെയ്തിട്ടുണ്ടല്ലോ, കുഴപ്പമില്ല. അപ്പൊ നമ്മളിപ്പോ 3 പേര് വരച്ചത് നമ്മൾ കണ്ടു അല്ലെ? 3 പേര് വരച്ചത് നമ്മൾ കണ്ടു. 3ഉം ഡിഫറെന്റ് ആണ്. ഞാൻ പറഞ്ഞ സംഭവങ്ങൾ 3 ഒന്നല്ലേ? 3 പേരും കേട്ടത് ഒന്നല്ലേ? 3 പേരും കേട്ടത് ഒന്നായിട്ട് പോലും 3 പേരും ചെയ്തത് എന്തുകൊണ്ട് ഡിഫറെന്റ് ആയി? മൂന്നാളും ഭാവന വ്യത്യാസമുണ്ട്. നമ്മൾ കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും ഓരോരുത്തരും വ്യത്യസ്തമായിരിക്കും. നമ്മൾ കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും എല്ലാവരും ഒന്ന് തന്നെ ആയിക്കൊള്ളണം എന്നില്ല. ഓരോരുത്തരും അവരുടെ ഐഡിയയിലുള്ളത്, അവരുടെ മെന്റലിലേക്ക് എന്താണോ വരുന്നത് അതായിരിക്കാം അവർ മനസ്സിലാക്കുന്നുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇവിടെയും നമ്മൾക്ക് ഓരോ പ്രോസസ്സുകൾ നമ്മൾ ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള അനുഭവങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവുന്നുള്ളത്. എല്ലാവർക്കും അത് ഒരേപോലെ ഫീൽ ആവില്ല. എല്ലാവരുടെയും അനുഭവങ്ങളും സാഹചര്യങ്ങളും വ്യത്യാസമായിരിക്കും. ഇനി ഇതേ സംഭവം ഞാൻ വരച്ച് കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയുകയാണെങ്കിലോ എല്ലാവരും സെയിം ആയിരിക്കില്ലേ? ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുന്നു, ഇതുപോലെ വരക്കണം എന്ന് പറയുകയാണെങ്കിൽ എല്ലാവരും ചെയ്യുന്നത് സെയിം ആയിരിക്കും അല്ലെ? അപ്പൊ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടുകൾ ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ ഓരോരുത്തരും അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും വ്യത്യാസമുള്ളതായിരിക്കാം. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ മറ്റുള്ളവർക്ക് റിസൾട്ട് ഇങ്ങനെ പെട്ടെന്ന് കിട്ടിയല്ലോ, എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യേണ്ടതില്ല, നമ്മൾ ആരും സങ്കടപ്പെടേണ്ടതില്ല. ഓരോരുത്തർക്കും റിസൾട്ട് കിട്ടാൻ അതിൻ്റെതായ ടൈം എടുക്കും. ചിലവർക്കത് പെട്ടെന്ന് റിസൾട്ട് കിട്ടും, ചിലവർക്ക് കുറച്ച് ടൈം എടുക്കും. പക്ഷേ നമുക്ക് റിസൾട്ട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന വർക്കുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇനി എല്ലാ എല്ലാ പ്രയാസങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത് അതിന് പ്രതിവിധിയുണ്ട്. എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്, എല്ലാ പ്രയാസങ്ങൾക്കും പ്രതിവിധിയുണ്ട്. പക്ഷേ എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ടെന്ന് പറയുമ്പോൾ എല്ലാ രോഗികൾക്കും അതിൽ മരുന്നില്ല. നിങ്ങൾ അതിന്റെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോന്ന് അറിയില്ല. മനസ്സിലാവുന്നുണ്ട്. എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്, പക്ഷെ എല്ലാ രോഗികൾക്കും മരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്കൊരു രോഗം മാറിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് വേറൊരു വ്യക്തിയുടേത് മാറാതിരിക്കില്ല, എന്നാൽ എൻ്റെത് മാറി എന്ന് വെച്ച് വേറൊരു വ്യക്തിയുടേത് മാറിക്കൊള്ളണം എന്നുമില്ല. അപ്പോൾ ഓരോരുത്തർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്ന പർപ്പസ് ഡിഫറെൻ്റ് ആയിരിക്കാം.
അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട സംഭവങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക, നമ്മുടെ വിശ്വാസം നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ടേയിരിക്കുക. അത് നമ്മളിലേക്ക് എന്നാണോ അത് മാറ്റേണ്ട ടൈം ആവണത് ആ സമയത്ത് മാറും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ നമ്മൾ നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി എടുക്കേണ്ട ഒരു സ്റ്റെപ്പ്. രണ്ടാമത്തത് നമ്മൾ പറഞ്ഞു വന്നു, നമ്മുടെ വേദനകൾ നമ്മൾ ഏതുപോലെ നമ്മുടെ സർജറി പോലെ, അല്ലെങ്കിൽ ചെറിയൊരു മുള്ളെടുക്കൽ പോലെ, അതല്ലെങ്കിൽ ചെറിയൊരു പല്ല് പറിക്കൽ പോലെ ഓരോന്നിനും ഓരോ രീതിയിലുള്ള അനസ്തേഷ്യകളാണ് നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടുന്നതെങ്കിൽ, അതുപോലെ ഈ ഫോർഗീവ് എന്ന് പറയുന്നത് ശരിക്കും ഒരു സർജറിയാണ്. നമ്മുടെ ഹൃദയത്തെ കീറി മുറിച്ചുകൊണ്ട് ഹൃദയത്തിൻ്റെ അകത്ത് മാസങ്ങളോളം വർഷങ്ങളോളം നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ പെയിനുകളെ, ആ ദേഷ്യത്തെ, വിദ്വേഷത്തെ, പകയെ, വെറുപ്പിനെ എല്ലാം എടുത്തു മാറ്റുക എന്നുള്ളത് അത്ര എളുപ്പത്തിൽ നമുക്ക് പറ്റുന്ന സംഭവമല്ല. ഇതിന് നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് നിന്നും എടുത്തു മാറ്റുന്ന സമയത്ത് അത് എത്രമാത്രം ഡീപ്പായിട്ടാണോ തറച്ചിരിക്കുന്നത്, അതിന് നമ്മൾക്ക് ആവശ്യമായിട്ടിരിക്കുന്ന അനസ്തേഷ്യ നമ്മൾ നൽകേണ്ടി വരും. അങ്ങനെ നമ്മൾക്ക് സെൽഫ് ലവ് കിട്ടാതെ സ്വന്തമായിട്ട് ഫോർഗീവ് എഴുതിയിട്ട് അത് അത്രമാത്രം നമ്മൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നാം ഒന്നും കൂടി വർക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡിലാണ്. നിങ്ങൾ തൽക്കാലം ഇങ്ങനെ സ്വന്തമായ ഫോർഗീവ് എഴുതിയിട്ടും വർക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്ന തോട്ട് ഉണ്ടെങ്കിൽ തൽക്കാലം അത് സ്റ്റോപ്പ് ചെയ്യുക. വീണ്ടും നിങ്ങൾ നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡിൽ വർക്ക് ചെയ്യാം. നമ്മളിങ്ങനെ വിചാരിക്കുന്നുണ്ടാവാം, ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് തുടങ്ങിയിട്ട് കുറേ വർഷമായല്ലോ, ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യുകയാണല്ലോ എന്നൊക്കെ. പക്ഷേ അത് ഇപ്പോഴും എന്തായിരിക്കില്ല, അത് ചിലപ്പോൾ യഥാർത്ഥമായ ഒരു സത്തയിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അതിൻ്റെ യഥാർത്ഥ സത്തയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് ഇറങ്ങാം. ഇനി ആ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് ഇറങ്ങുമ്പോൾ കൂടെ നമ്മൾ അതിൻ്റെ കൂടെ ഒരു അഫർമേഷൻസും കൂടി പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ്. ആ ഒരു അഫർമേഷനെ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒന്നും കൂടി നമ്മളിലേക്ക് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ഇംപ്ലിമെൻ്റ് ആവുകയും ആ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന അനസ്തേഷ്യ നമ്മളിൽ വർക്ക് ചെയ്യുകയും ചെയ്ത് ശേഷം നമുക്ക് ഇൻഷാല്ലാ വീണ്ടും നമ്മുടെ ഫോർഗീവ് നമുക്ക് വർക്ക് ചെയ്തുകൊണ്ട് തുടങ്ങാം. അതുകൊണ്ട് ഇനി തൽക്കാലം എന്ത് ചെയ്യുക, ഒരു കുറച്ച് ദിവസത്തേക്കെങ്കിലും ആ ഫോർഗീവ് ഇവിടെ നമ്മൾ ക്ലാസ്സിൽ കയറിക്കോ, അത് കേൾക്കുകയൊക്കെ ചെയ്തോ. പക്ഷെ ഫോർഗീവ് എഴുതുന്ന സമയത്ത് പോലും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് മാത്രം എഴുതാൻ വേണ്ടി നോക്കാം. പഴയ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും, അത് മാക്സിമം ഒന്ന് പൊടി തട്ടിയെടുത്ത് ഒന്നും കൂടി കേൾക്കാൻ വേണ്ടി നോക്കാം. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളവിടെ ഒന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യാം, എന്താണ് എനിക്ക് വരാത്ത മാറ്റം, ഞാൻ എവിടെയാണ് എൻ്റെ ഈ മാറ്റത്തിലേക്ക് ഇനിയും ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ സ്വന്തത്തിലേക്ക് തന്നെ ഒന്നും കൂടി ഫോക്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി എന്താണ് അവിടെ നമ്മൾ സെൽഫിലേക്ക് കൊടുക്കേണ്ട ഒരു അഫർമേഷൻസ്? അവിടെ ഞാൻ പല ക്ലാസ്സുകളിലും തന്നതായിരിക്കാം, പല മെഡിറ്റേഷനിലും നമ്മൾ ഉൾപ്പെടുത്തിയതുമാണ്. ഞാൻ ഏത് അവസ്ഥയിലാണോ ഉള്ളത്, ഞാൻ ഏത് അവസ്ഥയിലാണോ ഉള്ളത്, നിങ്ങൾക്ക് ഇപ്പോൾ ഇത് എഴുതിയെടുക്കണമെന്നില്ല, റെക്കോർഡ് വരും, റെക്കോർഡ് കേട്ടിട്ട് എഴുതിയെടുത്താൽ മതി. ഞാൻ ഏത് അവസ്ഥയിലാണോ ഉള്ളത് അതേ അവസ്ഥയിൽ ഞാൻ എന്നെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഉള്ള അവസ്ഥ എന്തോ ആയിക്കോട്ടെ, ചിലപ്പോൾ നമ്മൾ സാമ്പത്തികമായി വളരെ പിന്നാകാവസ്ഥയിലായിരിക്കാം, ചിലപ്പോൾ നമ്മൾ വളരെ ദേഷ്യമുള്ളൊരു വ്യക്തിയായിരിക്കാം, ചിലപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ സ്വഭാവത്തിൽ അടിമപ്പെട്ട വ്യക്തികളായിരിക്കാം. ഏതും ആയിക്കോട്ടെ, ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ സ്വഭാവം ഏതാണോ ആ സ്വഭാവം കൊണ്ട് നിങ്ങൾ അംഗീകരിക്കുക ആദ്യമായിട്ട്. കാരണം നമ്മളുടെ സ്വഭാവത്തെ നമ്മൾ അംഗീകരിക്കാൻ തുടങ്ങാത്തിടത്തോളം കാലം നമ്മുടെ മറ്റുള്ളവർ അംഗീകരിക്കില്ല. മറ്റുള്ളവർ അംഗീകരിക്കാതെ നമുക്ക് മറ്റുള്ളവരെയും അംഗീകരിക്കാൻ പ്രയാസമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ആദ്യം നമ്മൾ വർക്ക് ചെയ്യേണ്ടത് നമ്മളിലാണ്. നമ്മളെ സ്നേഹിക്കുക, നമ്മളെ അംഗീകരിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് ശാരീരികമായിട്ട് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ഒരു ശാരീരിക പ്രയാസം നമുക്ക് നൽകിയത് ആരാണ്? നമ്മുടെ റബ്ബാണ്, അല്ലെ? നമ്മുടെ റബ്ബ് നമുക്ക് ഈ ഒരു ശാരീരിക പ്രയാസം നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ അള്ളാഹു എന്തെങ്കിലും ഒരു പർപ്പസ് കണ്ടിട്ടുണ്ടാവാം. ഇനി വേറെ എന്തോ ഒരു പർപ്പസ് കണ്ടിട്ടില്ലെങ്കിലും ചിലപ്പോൾ എന്തായിരിക്കാം, നിങ്ങളുടെ ശാരീരിക ഒരു പ്രയാസം കാരണം കൊണ്ട് നിങ്ങളൊരു ഡോക്ടറെ അടുത്ത് പോകുന്നു, നിങ്ങൾ അതിന് മരുന്നെടുക്കുന്നു, മെഡിസിൻ കഴിക്കുന്നു, മെഡിസിൻ കഴിക്കുന്ന സമയത്ത് ആ ഡോക്ടറെ കാണാൻ പോകുന്നു, ആ ഡോക്ടർക്ക് നിങ്ങൾ ഫീസ് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ രോഗം വന്നത് കൊണ്ടല്ലേ നിങ്ങൾ ഡോക്ടറെ കാണാൻ പോയതും ഡോക്ടർക്ക് പൈസ കിട്ടിയതോ? അല്ലെങ്കിൽ കിട്ടുമോ? ഇല്ലല്ലോ. ഞാനിപ്പം ഇവിടെ നിങ്ങൾക്ക് ഈ ഫ്രീ ക്ലാസ് തരുന്നു, അതിൻ്റെ ഇടയിൽ ഞാൻ ഇടയ്ക്ക് പുട്ടിന് തേങ്ങ എന്നുള്ളത് പോലെ ചെറിയ ചെറിയ ഫീസുള്ള ക്ലാസ് തരുന്നു, അതിലിഷ്ടമുള്ള പോലെ അത് അറ്റൻഡ് ചെയ്യുന്നു. അപ്പൊ ആ ഫീസ് നിങ്ങൾ അടച്ചാലല്ലേ എനിക്ക് ക്യാഷ് കിട്ടുള്ളൂ, അല്ലേ? നിങ്ങൾ ആരും ജോയിൻ ആയിട്ടില്ലെങ്കിൽ എനിക്ക് ഫീസ് കിട്ടുമോ? അപ്പൊ നമ്മളുടെ ഇല്ല.
അപ്പൊ നമ്മളില് അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോ വ്യക്തികളെ മറ്റു വ്യക്തികളിലേക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുള്ളത്. ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷെ അത് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ആയിരിക്കാം. നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ആകെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഹസ്ബൻഡിനെ, നമ്മുടെ പാരൻസിനെ, നമ്മുടെ മക്കളെ ആയിരിക്കും എന്ന്. ഒരിക്കലും അല്ല. നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളത് നമ്മളുടെ കൂടെയുള്ളവരെ മാത്രമല്ല, നമ്മൾ കാണാത്ത ഏതോ ലോകത്തുള്ള ആളുകളെ പോലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് വേണം ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ച, ഇന്നലെ ഉച്ചയ്ക്ക്, ഇന്നിപ്പോ ഉച്ചയായിട്ടില്ലല്ലോ അല്ലെ, സോറി, ഇന്നലെ ഉച്ചയ്ക്ക് കഴിച്ച ആ ഒരു റൈസ്, ഒരു ചോറ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ചോറിന്റെ അരി എവിടെ നിന്നാണ് ഉണ്ടായത്, ആരാണ് ഉണ്ടാക്കിയത്, നമുക്ക് അതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ബോധ്യമുണ്ടോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും നമുക്കറിയോ? പക്ഷെ ഇല്ല. നമ്മൾ അറിയാതെ ആ വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയല്ലേ. ഇനി ആ Yes. വ്യക്തി അത് ആ ഒരു പാടത്തിൽ അത് കൃഷി ചെയ്തിരിക്കുമ്പോൾ അവിടെ ആ പാടത്തിൽ എന്തൊക്കെ ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, അങ്ങനെ ഏതൊക്കെ മേഖലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ക്ലാസ് ഇതൊക്കെ വിശദമായിട്ട് പോയതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാണ് അല്ലെ, ഓരോന്നിനെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാണ്. ഇതൊരു മാലയിലെ ഒരു മുത്തുമാലയുടെ ഒരു മുത്ത് കോർത്തത് പോലെ അത് എവിടെ നിന്നെങ്കിലും ഒന്ന് പൊട്ടിയാൽ എന്തായി പോവും, അത് എല്ലാം അങ്ങോട്ട് വേർതിരിഞ്ഞു പോകും അല്ലെ. അതുപോലെ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ശൃംഖലയായി ഒരു മുത്തുമാലയെ പോലെ, ഒരു ചേർത്ത് വെച്ച ഒരു മുത്തുമാലയെ പോലെ ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു മുത്തുമാലയിലെ പരസ്പരം ചേർന്നിരിക്കുന്ന മുത്തുകൾക്ക് മാത്രമേ പരസ്പരം അറിയത്തുള്ളൂ അല്ലെ. പക്ഷെ ഇതിന്റെ അങ്ങേ തലത്ത് എന്നെ ഇവിടെ ബന്ധിപ്പിച്ചിരിക്കുന്ന വേറൊരു മുത്ത് അതിവിടെ അപ്പുറത്തെ തലയിലുണ്ട് എന്ന് ഇപ്പുറത്തെ തലയിലിരിക്കുന്ന ഈ മുത്തുമാലയിലെ മുത്തിന് അറിയാത്തതുപോലെ എന്റെയും നിങ്ങളുടെയും ജീവിതമാവുന്ന ഈ സർക്കിളില് ആരൊക്കെ നമുക്ക് വേണ്ടി എവിടെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, അവരെ കൊണ്ടൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ കിടന്നുറങ്ങുമ്പോഴും നമ്മളെ ശ്വാസം കഴിപ്പിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ്, നമ്മൾ കിടന്നുറങ്ങുമ്പോഴും നമുക്ക് വേണ്ടി ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കേണ്ട വസ്തുക്കൾ നിർമ്മിക്കപ്പെടുന്ന ഒരുപാട് വ്യക്തികൾ അല്ലെ. നമുക്കറിയാം അല്ലെ, നമ്മളൊന്ന് ഏത് പാതിരാത്രിക്ക് എന്തെങ്കിലും ഒരിക്കൽ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തിറങ്ങിയാൽ അന്നും തുറന്നിരിക്കുന്ന ഒരുപാട് ഷോപ്പുകൾ ഉണ്ടാവാം, അന്നും യാത്ര ചെയ്യുന്ന ഒരുപാട് വാഹനങ്ങൾ ഉണ്ടാവാം അല്ലെ. നമ്മൾ കുറ്റപ്പെടുത്തുന്ന ടാങ്കർ ലോറികൾ, വലിയ വലിയ ലോഡ് വണ്ടി കൊണ്ടുവരുന്ന വണ്ടികൾ, നമ്മൾക്ക് റോഡ് ബ്ലോക്കാക്കി നമ്മുടെ കാറിന് പോവാൻ വഴി തരാത്ത വണ്ടികൾ, ആ വണ്ടികളെല്ലാം നമുക്കുള്ള ഭക്ഷണ സാധനങ്ങൾ എത്തിപ്പിക്കുന്നത് ഏതോ രാജ്യങ്ങളിൽ പോയിട്ട് അല്ലേ. Yes. Yes. പക്ഷെ നമ്മൾ അതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ഇല്ല. നമുക്ക് നമ്മുടെ ഗതാഗത തടസ്സമായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നുള്ളത് അല്ലെ. യുവതികൾ റോഡിൽ ഇറങ്ങിയാൽ പിന്നെ നമുക്ക് യാത്രയ്ക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാണല്ലേ നമ്മൾ പറയുന്നുള്ളത്. എന്നാൽ പടച്ചവനെ, ഇതെനിക്കുള്ള ഭക്ഷണം എത്തിക്കുന്ന ആളുകളാണല്ലോ ഇതിൽ വഹിച്ചു കൊണ്ട് പോകുന്നുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്നുണ്ടോ? അപ്പൊ ആ ഒരു രീതിയിൽ നമ്മുടെ ചിന്താതലത്തെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ അങ്ങനെ അറിഞ്ഞോ അറിയാതെയോ എത്ര പേരെ നമ്മൾ ചിലപ്പോഴെങ്കിലും കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം അല്ലേ. ഇങ്ങനെ നമ്മൾ എത്ര എത്ര ആളുകളെ പുറത്തുനിന്നുള്ളവരെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം, നമ്മൾ നമ്മുടെ സ്വന്തത്തെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം. ഈ കുറ്റപ്പെടുത്തുകളുടെ ഡെത്ത് നമ്മൾക്ക് മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടി ഗ്രാറ്റിറ്റ്യൂഡിൽ വർക്ക് ചെയ്യണം. നമ്മൾ പുറത്ത് കാണുന്ന ഈ റോഡ് ബ്ലോക്ക് ആക്കുന്ന വലിയ വണ്ടികളെ നമ്മൾ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവിടെ ആദ്യം നമ്മൾ അതിൽ വീണ്ടും അവിടെ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് പോകണം. നമ്മൾ കഴിച്ച ഭക്ഷണത്തിലേക്ക്, നമ്മൾ കഴിച്ച ആ ഒരു റൈസിലേക്ക്, നമ്മൾ കഴിക്കുന്ന പച്ചക്കറികളിലേക്ക്, നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സുകളിലേക്ക്, ഇതൊക്കെ നമ്മുടെ മുറ്റത്തൊന്നും ഉണ്ടാക്കിയെടുക്കുന്നതല്ലല്ലോ, എവിടെ നിന്നൊക്കെ വരുന്ന സംഭവങ്ങളാണ് അല്ലേ. അപ്പൊ ഇതിനൊക്കെ ഇങ്ങനെ വണ്ടികളിൽ കയറ്റി വരുന്ന അവരെ നമ്മൾ എത്രമാത്രം നമ്മുടെ മനസ്സുകൊണ്ടെങ്കിലും ഒന്ന് ആ റോഡ് ബ്ലോക്കായ സമയത്ത് പ്രാഗിയിട്ടുണ്ടോ, അവർക്ക് വേണ്ടി നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ നോക്കാം. അല്ലാതെ നമ്മൾക്ക് മാത്രം, നമ്മൾക്ക് പ്രത്യക്ഷത്തിൽ കിട്ടിയ നമ്മുടെ വീട്, കാറ്, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, മക്കള്, ഹസ്ബൻഡ്, പാത്രങ്ങള്, ബെഡ്, തലയിണ എന്നുള്ളതിലപ്പുറത്തേക്ക് നമ്മൾ കാണാതെ നമ്മൾക്ക് വേണ്ടി സപ്പോർട്ട് എന്നതിലേക്കും കൂടി നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് ഇറങ്ങാം ഇൻഷാ അള്ളാ. അങ്ങനെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് ഇറങ്ങി ഗ്രാറ്റിറ്റ്യൂഡിൽ ഒന്നുകൂടി വർക്ക് ചെയ്ത് ശേഷം നമ്മൾ വീണ്ടും നമ്മൾക്ക് ഇൻഷാ അള്ളാ ഫോർഗീവിലേക്ക് തിരിച്ചു വരാം. ഓക്കെ അല്ലേ? ഇൻഷാല്ലാ. അപ്പൊ ഇന്ന് ഞാൻ പുതുതായിട്ട് ഒരു ടോപ്പിക് എടുത്തിട്ടില്ല. പഴയ ടോപ്പിക്കുകളുടെ ഡൗട്ട്സുകൾ ഉണ്ടായതിനെ ക്ലിയർ ആക്കുകയാണ് കേട്ടോ ചെയ്തിരിക്കുന്നുള്ളത്. പുതുതായി വന്നവരോടാണ് ഞാൻ ഇന്ന് പറയുന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം ഇതൊരു ഇനി ഒരു 2-3 ദിവസം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ക്ലച്ച് പിടിച്ചോളാം ഇൻഷാ അള്ളാ. ഇൻഷാല്ലാ. ഇത് എന്നുണ്ടോ ഈ ക്ലാസ്? ഞായറാഴ്ച ആഴ്ചയിലായിരുന്നു. ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസങ്ങളും ഉണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് എന്തെങ്കിലും വയ്യ കൊണ്ടുണ്ടായാൽ മാത്രം ലീവ് ആവാറുള്ളൂ, അല്ലാതെ എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ട്. ഓക്കെ. ശരി. അപ്പൊ നമുക്ക് ഒന്ന് മെഡിറ്റേഷൻ ചെയ്താലോ? മെഡിറ്റേഷൻ ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ?
എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിച്ചോളൂ മെഡിറ്റേഷനിക്ക് മുമ്പ് തന്നെ ആയിട്ട്. ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നൊരു വ്യക്തിയാണ് ഞാൻ. അൽഹംദുലില്ലാ. ഞാൻ ഇതിന് മുമ്പ് ഇതേപോലത്തെ ക്ലാസ്സുകളൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പിന്നെ ഇങ്ങനെ മോട്ടിവേഷൻ ക്ലാസ് കേൾക്കാൻ. അപ്പൊ ഇങ്ങനെ കേൾക്കും. അപ്പൊ അതനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വന്നൊരു വ്യക്തിയാണ്. പിന്നെ ഇതൊരു മോട്ടിവേഷൻസ് ക്ലാസ് അല്ല, അത് നിങ്ങൾ പ്രത്യേകം ഓർമ്മിക്കണം. ഇതൊരു ലൈഫ് ആ ട്രാൻസ്ഫോർമേഷൻ ക്ലാസ് ആണ്. മോട്ടിവേഷൻ ക്ലാസ് ആകുമ്പോൾ അത് നമ്മൾക്ക് വർക്കുകൾ ആ ഉണ്ടാവില്ല. മോട്ടിവേഷൻസ് ക്ലാസ്സും ട്രാൻസ്ഫർ ചെയ്യാനുള്ള ക്ലാസ്സും തമ്മിൽ ഡിഫറൻറ്റ് എന്താണെന്ന് വെച്ചാൽ, മോട്ടിവേഷൻസ് ക്ലാസ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു സെവനപ്പ് കുടിക്കുന്ന ഫീൽ ആയിരിക്കാം. കേൾക്കുമ്പോൾ യെസ്. നല്ല രസം ഉണ്ടാവും, കുറച്ച് ആ കഴിയുമ്പോൾ അത് അപ്പാടെ അങ്ങോട്ട് പോകും. പക്ഷെ ആ ഇത് നമ്മൾ ഇവിടെ ചെയ്യുന്ന വർക്കുകൾ നമ്മൾ മാക്സിമം ഫോളോ ചെയ്ത് പോവാന്നുള്ളതാണ്. ആ വർക്കുകളിൽ ആ ഫോളോ ചെയ്ത് പോകുമ്പോൾ മാത്രമേ നമുക്ക് സ്ഥിരമായിട്ടുണ്ടാവുന്ന ഒരു മാറ്റത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ മോട്ടിവേഷൻ വർക്കുകൾ അല്ലേ? വർക്കുകൾ. അപ്പൊ നമുക്ക് മോട്ടിവേഷൻസ് ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ യൂട്യൂബ് നമുക്ക് ലഭിക്കും അല്ലേ? അപ്പോൾ യെസ്. അത് ആ അപ്പൊ അവിടെ നമുക്ക് പറയാനുള്ളത് പറയാനോ നമ്മൾ ഷെയർ ചെയ്യാനോ ഒന്നും നമുക്ക് അവസരങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഇൻഷാല്ല ഇവിടെ നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ ഉം. അതിൻ്റെയൊക്കെ അതുപോലെ നമ്മുടെ ഒരു മെയിൻ ഗ്രൂപ്പ് ഉണ്ട്, ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്. നിങ്ങൾ അതിലേക്ക് ജോയിൻ ആയിക്കോളൂ ഇൻഷാല്ല. അപ്പൊ അവിടെ നിന്ന് ഡിസ്കഷൻ ഗ്രൂപ്പിലേക്കും ജോയിൻ ആയിട്ട് അവിടെ നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, പിന്നെ വർക്കുകൾ ചെയ്തിട്ട് അറിയിക്കാം. അങ്ങനെയൊക്കെ ആണ് സമയത്ത് നമുക്ക് മുമ്പിലോട്ടേക്ക് സ്മൂത്ത് ആയിട്ട് പോകാൻ വേണ്ടി പറ്റും ഇൻഷാല്ല. ഇപ്പൊ തന്നിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക, ഫോർഗീവ് എഴുതാണ്. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് റെക്കോർഡൊക്കെ കേൾക്കുന്ന സമയത്ത് അത് മനസ്സിലാവും. എന്തായാലും ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് നിങ്ങൾ തൽക്കാലം ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി തുടരുക. പിന്നെ ഫോർഗീവിൻ്റെത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് റെക്കോർഡൊക്കെ കേട്ട് കഴിയുമ്പോൾ മനസ്സിലായതിന് ശേഷം എന്താണ് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒന്ന് ചോദിക്കുകയാണെങ്കിൽ ക്ലിയർ ആക്കി തന്നതിന് ശേഷം മാത്രം ഫോർഗീവ് എഴുതാൻ വേണ്ടി തുടങ്ങിയാൽ മതി. ഓക്കെ, ഓക്കെ ഇൻഷാല്ല. ഇൻഷാ അല്ലാ. ഓക്കെ, ഇപ്പൊ നമുക്ക് ഒന്നൊരു പ്രോസസ്സ് ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുക. കയ്യിൽ നിന്ന് മൊബൈലൊക്കെ മാറ്റി വെക്കാം. പുറത്ത് നല്ല ശബ്ദങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാൻ വേണ്ടി നോക്കാം. ഇൻഷാല്ലാ ബ്രീത്തിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ചെയ്യാം. വളരെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ഹോൾഡ് ചെയ്യാം. സാവധാനം ശ്വാസം പുറത്തേക്ക് വിടാം. ഈ പ്രോസസ്സ് നിങ്ങൾക്ക് തുടരാം. ഓരോ ബ്രീത്തിലും നിങ്ങളുടെ ശരീരം പൂർണ്ണമായും റിലാക്സിലാവുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഓരോ ശ്വാസത്തിന്റെ കൂടെയും നിങ്ങൾക്ക് ഈ അന്തരീക്ഷത്തിൽ നിന്നുള്ള പോസിറ്റീവ് എനർജി ഒരു സ്വർണ്ണ പ്രകാശം പോലെ നിങ്ങളുടെ ശരീരത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ആ സ്വർണ്ണപ്രകാശം നിങ്ങളുടെ ശരീരം മുഴുവനും വ്യാപിക്കുന്നതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. സ്വർണ്ണപ്രകാശം ടച്ച് ചെയ്ത ഓരോ ഭാഗങ്ങളിലുമുള്ള പ്രയാസങ്ങൾ എല്ലാം നിങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഇല്ലാതാവുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഓരോ ഉച്ഛ്വാസത്തിലും നിങ്ങളുടെ ആന്തരിക അവയവങ്ങളിൽ, നിങ്ങളുടെ ഹൃദയത്തിലുള്ള ബാഡ് ഇമോഷൻസുകൾ, ഏതെല്ലാം ഇമോഷൻസുകൾ നിങ്ങളിൽ നിന്നും ഒഴിക്കേണ്ടതുണ്ടോ എല്ലാം ഒരു കറുത്ത പുകയായി മൂക്കിലൂടെ പുറത്തേക്ക് പോകുന്നതും നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങളെ കുറിച്ചൊന്ന് ആലോചിക്കാം. നിങ്ങളുടെ ശരീരത്തിനോട് തന്നെ നിങ്ങൾക്ക് നന്ദി പറയാം. നിങ്ങൾ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും ഏത് ചിന്തയിലാണെങ്കിലോ ഏത് വർക്കിലാണെങ്കിലോ നിങ്ങൾ ശ്വാസത്തിന് ഒരു തടസ്സവുമില്ലാതെ നിങ്ങളെ മുടങ്ങാതെ
ശ്വാസോച്ഛ്വാസം നടത്തിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആ ശ്വാസോച്ഛ്വാസത്തിന് ഹെൽപ്പ് ചെയ്യുന്ന അവയവങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ബാഹ്യാവയവമായ നമ്മുടെ മൂക്ക്, അതിലേക്ക് ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ശ്വസനനാളങ്ങൾ, ലൻസ്, എല്ലാത്തിനും നിങ്ങൾക്ക് ആത്മാർത്ഥമായി ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. അതിലപ്പുറം ഒരു നിമിഷം പോലും മറന്നിരിക്കാതെ നമ്മളെ ഓർത്തുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളിലേക്ക് ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ആത്മാർത്ഥമായ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഒരു നിമിഷം പോലും നിർത്താതെ മിടിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിന് നിങ്ങൾക്ക് നന്ദി പറയാം. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് പറയാം, എനിക്കുള്ള എല്ലാത്തിനും ഞാൻ നന്ദിയുള്ളവളാണ്. എൻ്റെ ജീവിതം ഏറ്റവും നല്ല സമൃദ്ധിയിലാണ്. ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ വിശ്വസിക്കുന്നു, ഞാൻ എന്നെ അംഗീകരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവന്നിരിക്കുന്ന, നിറച്ചിരിക്കുന്ന ദേഷ്യവും വിഷമവും മുഴുവനും ഇറക്കി വെക്കാനുള്ള ഒരു അവസരമായി എത്തിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ക്ഷമിക്കാം. നിങ്ങൾ ചെയ്ത തെറ്റുകൾക്കോ കുറവുകൾക്കോ വേണ്ടി നിങ്ങളോട് തന്നെ ക്ഷമ ചോദിക്കാം. ഞാനൊരു മനുഷ്യനാണ്, തെറ്റുകൾ സ്വാഭാവികമാണ്, ഞാൻ എന്നോട് പൂർണ്ണമായും ക്ഷമിക്കുന്നു. ഞാൻ എൻ്റെ സാഹചര്യത്തെ മനസ്സിലാക്കുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ വിശ്വസിക്കുന്നു. മറ്റുള്ളവരോട് ക്ഷമിക്കാം. മറ്റുള്ളവർ നിങ്ങളെ വേദനിപ്പിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. അവരുമായുള്ള ആ വേദന നിങ്ങളെ ഇനി തളർത്താൻ നിങ്ങൾ അനുവദിക്കില്ല എന്ന് ഉറപ്പിക്കാം. മനസ്സിൽ പറയാം ആ വ്യക്തിയോട്, നിങ്ങൾ നൽകിയ പാഠങ്ങൾക്ക് നന്ദി. എൻ്റെ സമാധാനത്തിനായി ഞാൻ നിങ്ങൾക്ക് ക്ഷമിച്ചു തന്നിരിക്കുന്നു. നിങ്ങളെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലെ പ്രകാശം പൂർണ്ണമായും നിറഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. അത് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രകാശമായി നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് മനസ്സിൽ ആവർത്തിച്ചു പറയാം, ഞാൻ ശാന്തതയിലിരിക്കുന്നവളാണ്, ഞാൻ സ്നേഹനിധിയാണ്, ഞാൻ സ്വതന്ത്രനാണ്. നിങ്ങൾക്ക് നിങ്ങളെ വേദനിപ്പിച്ച, ബുദ്ധിമുട്ടിച്ച ഓരോ വ്യക്തികളോടും ആത്മാർത്ഥമായും ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. കാരണം അവർ കാരണമാണ് നിങ്ങൾക്ക് റബ്ബിൻ്റെ അടുത്ത് ഉയർന്ന പദവി ലഭിച്ചത്. ക്ഷമ ഈമാനിന്റെ പകുതിയാണെന്ന് പഠിപ്പിച്ച മതത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് ക്ഷമിക്കണമെങ്കിൽ എതിരിൽ നിന്നും വേദനിക്കുന്ന സിറ്റുവേഷൻസ് കെട്ടിയിരിക്കണം. അതുകൊണ്ട് ക്ഷമ എന്നെ പഠിപ്പിച്ചു തന്നതിന് ആ വ്യക്തിക്ക് ആത്മാർത്ഥമായി ഗ്രാറ്റിറ്റ്യൂഡ് നൽകാം. ക്ഷമയുടെ പാഠപുസ്തകം പഠിപ്പിക്കാനായി നമ്മുടെ മുന്നിലേക്ക് വന്ന ആ വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിക്കാം. നല്ല ഗുണപാഠങ്ങൾ പഠിപ്പിച്ചു തന്ന ഗുരുനാഥന്മാരോട് നമുക്കുണ്ടാവുന്ന ബഹുമാനം പോലെ, അവരോട് നമുക്കുണ്ടാവുന്ന സ്നേഹം പോലെ ഇവിടെ ക്ഷമ പഠിപ്പിച്ചു തന്ന ഈ
ഗുരുവിനെയും നമുക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കാം. ഓരോ അനുഭവങ്ങളും ഓരോ പാഠപുസ്തകങ്ങളാണ്. ആ അനുഭവ പാഠപുസ്തകങ്ങളിൽ നിന്നും നാം തിരിച്ചറിവുകളും പഠനങ്ങളും നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. പൂർണ്ണമായും എനിക്ക് എന്നെ വേദനിപ്പിച്ച മുഴുവൻ വ്യക്തിയെയും സ്നേഹിക്കാൻ വേണ്ടി പറ്റുന്നു. കാരണം അവരാണ് എന്നെ ക്ഷമ പഠിപ്പിച്ച ഗുരുനാഥന്മാർ. അൽഹംദുലില്ലാഹ്. ഓരോ നിമിഷവും നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും, നമ്മൾ ദേഷ്യത്തിലാണെങ്കിലോ സന്തോഷത്തിലാണെങ്കിലോ സങ്കടത്തിലാണെങ്കിലോ പ്രയാസത്തിലാണെങ്കിലോ നമ്മളെ മറക്കാതെ, ഒരു നിമിഷം പോലും അശ്രദ്ധയാവാതെ നമ്മുടെ ബ്രീത്തിങ് പ്രോസസ് നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ റബ്ബിനെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. ഒരു കുറച്ച് സമയം നിങ്ങൾക്കൊന്ന് സൈലന്റ് ആയിരിക്കാം. ആ സമയം അള്ളാഹുവിനോട് നിങ്ങൾക്ക് മിണ്ടിയും പറഞ്ഞും ഇരിക്കാം. മറ്റു ചിന്തകളൊന്നും പുറത്തു നിന്ന് കൊണ്ടുവരാതെ, ചിന്തകൾ വരുന്ന സമയത്ത് അതിനെ ബ്ലോക്ക് ചെയ്യാതെ, അതിന് ഓക്കെ, ഞാനിപ്പോൾ ഒരു പ്രോസസ്സിലാണ് എന്ന് പറഞ്ഞ് ആ ചിന്തയെ തിരിച്ചയക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യണം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഈ ഒരു ദിവസവും നമ്മളിലേക്ക് ലഭിച്ചതിന് ആത്മാർത്ഥമായി ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട്, എല്ലാവർക്കും വിട്ടുകൊടുത്ത് എല്ലാം ഫ്രീ ആക്കി വളരെ ശൂന്യമായ വെയ്റ്റ്ലെസ് ആയ ഒരവസ്ഥ ഫീൽ ചെയ്തുകൊണ്ട് കൈകൾ രണ്ടും സ്ക്രബ് ചെയ്ത് മുഖത്ത് നേരെ സ്പർശിച്ച് കണ്ണുകൾ തുറന്ന് തിരിച്ചു വരാവുന്നതാണ്. ഓക്കെ, ഇൻഷാല്ലാ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സഫ്ന എന്ന് പറയുന്ന ആള് പ്രൊസസ്സൊന്നും അല്ലായിരുന്നെന്ന് തോന്നുന്നു. എന്തായാലും ശ്രദ്ധിക്കാം. ഞാൻ ഉണ്ടായിരുന്നു പേര് ചേഞ്ച് ചെയ്തു. ഓക്കെ, അതല്ല, അവിടുന്ന് സംസാരം വരുന്നുണ്ടായിരുന്നു. അപ്പൊ പ്രൊസസ്സിലിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ അവിടെ മറ്റുള്ളവർ സംസാരിക്കുകയാണെങ്കിലും ഇവിടെ അൺമ്യൂട്ടായി ഇങ്ങോട്ട് വരികയാണെങ്കിൽ എല്ലാവർക്കും കൂടി അത് ഡിസ്റ്റർബ് ആയി പോകും. അപ്പൊ അതുകൊണ്ട് മെഡിറ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് പ്രത്യേകമായിട്ടും ഒന്ന് മ്യൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. കാരണം നമുക്കറിയാം ഓൺലൈനാണ്, അതിനതിൻ്റെതായ പരിമിതികളുണ്ട്. പക്ഷെ നമ്മൾ കുറച്ചങ്ങോട്ട് നമ്മളൊന്ന് ആ ഒരു സമയത്തൊന്ന് ഫോക്കസ് കൊടുത്താൽ മതി. ഓക്കെ, ഇൻഷാല്ലാ. ഓക്കെ. ഓക്കെ.